ഹായ്. അപ്പം നമ്മൾ ഇന്ന് ഏറ്റുമാനൂരപ്പൻ്റെ ഫോട്ടോ വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ ആക്കുമ്പം വേറൊരു കളറ്, ഇങ്ങനെ ആക്കുമ്പം വേറൊരു കളറ്. എന്ത് ചെയ്യാനാ? അപ്പം ഫസ്റ്റ് നമ്മൾ ഓർണമെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ സാധാ യെലോയും അതുപോലെ യെല്ലോ ഓക്കറും പിന്നെ ലെമൺ യെല്ലോയും കൂടാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങാൻ പോവുകയാണ്. ഒക്കെ കാണാൻ പറ്റുമോ? ഇങ്ങോട്ട് വെച്ചാൽ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ പെയിൻറ്റിങ് കളക്ഷൻസ്. ആവശ്യമുള്ളത് മാത്രം അനുസരിച്ച് നമ്മൾ വാങ്ങിച്ച് വെക്കത്തുള്ളൂ. അല്ലാതെ ഒരു കെട്ട് വാങ്ങിച്ച് വെറുതെ എന്തിനാ ആളെ കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? തിരുമ്പം വാങ്ങിച്ചാൽ പോരെ. അങ്ങനെ പിന്നെ പ്രൗഢി കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഫസ്റ്റ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പം നമ്മുടെ കിരീടത്തിനെല്ലാം കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കിരീടത്തിന് യെല്ലോ കളർ കൊടുത്തു. ഇനി ബാക്കിയുള്ള പോർഷൻസും നമ്മൾ കളർ കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ടൊരു കാര്യം ചെയ്യണം. യെല്ലോ ഓക്കർ ഇത് വെച്ച് ചെറിയൊരു പരിപാടിയുണ്ട്, അത് ഞാൻ ചെയ്ത് കാണിക്കാം. ടിപ്പിനകത്ത് ഇച്ചിരിയും പോകുന്ന ഇതെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ. ഇതേപോലെ എല്ലാ പോർഷൻസിലും നമ്മൾ ഔട്ട്ലൈൻ കൊടുത്ത് വരണം. അപ്പം നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇതുപോലെ കളർ ചെയ്തിട്ട് നമുക്ക് വരാം. അപ്പം നമ്മൾ ഭഗവാന്റെ ഫോട്ടോ ഏകദേശം ഇത്രയും പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മൾ പട്ട് ഈ മഞ്ഞ കളറാണ് കൊടുക്കുന്നത്, ഇവിടെ ഗ്രീൻ കളർ വരും. അതുപോലെ തന്നെ ഈ അരയുടെ ഭാഗത്തും ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പം ബാക്കി ഇനിയുള്ള കളറെന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ടോൺ കളറാണ്. അതിൻ്റെ കൂടെ റെഡിഷും കൂടെ കുറച്ച് ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് നാഗരാജാവ്, മാന ഇതൊക്കെ റെഡിയാക്കാനുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് നമ്മൾ ഒരു ബ്രൗണിഷ് കളറാണ് കൊടുക്കുന്നത്. അതൊന്നും ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല. സർപ്പത്തിനും നമ്മളതേ ബ്ലാക്ക് വിത്ത് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് കാണാം.